നമസ്കാരം. ഇന്ന് തത്വമൈ ന്യൂസിനൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും ഭൗമശാസ്ത്രജ്ഞനുമൊക്കെയായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസാണ്. നമസ്കാരം സർ. പശ്ചിമ ബംഗാളിൻ്റെ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. 152 മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 91.38% റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. BJPക്ക് ഒരു നല്ല നേട്ടം ഈ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എന്തു തോന്നുന്നു സർ? 1977 77 വരെ സിദ്ധാർത്ഥ സംഗറേ അവിടെ ഭരിച്ചിരുന്നു. സിദ്ധാർത്ഥ സംഗറേ എന്ന് പറയുന്നത് പ്രമുഖനായ കോൺഗ്രസ്സുകാരനായിരുന്നു. ബംഗാൾ എന്ന് പറഞ്ഞാൽ പങ്കനാട് എന്ന് പറയുന്നത് മലയാളിക്ക് വളരെയധികം നൊസ്റ്റാൾജിയുള്ള ഒരു പ്രദേശം കൂടെയാണ്. കൽക്കട്ട എന്നൊക്കെ പറഞ്ഞാൽ ഹൂഗ്ലി നദിയുടെ തീരം, കൽക്കട്ട എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായ എത്രയോ നോവലുകൾ, കഥകൾ, സാഹിത്യകാരന്മാർ സത്യജിത് റേയെ പോലുള്ള ആളുകൾ, സ്വാമി വിവേകാനന്ദൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജി ദേശീയ ഗാനം എഴുതിയ പിന്നെ രവീന്ദ്രനാഥ ടാഗോർ, വളരെ വലിയ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെയും പുണ്യഭൂമികയായിട്ടാണ് ഞാൻ എപ്പോഴും ബംഗാളിനൊക്കെ. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അതൊന്നും പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത്രത്തെ മണ്ണിൽ 70കളിൽ വലിയ ദാരിദ്ര്യവും പട്ടിണിയും കുടിവെള്ളക്ഷാമവും ജലക്ഷാമവും വരൾച്ചയും ഉണ്ടായി. അപ്പോൾ ജനങ്ങളാകെ കഷ്ടപ്പെടുത്ത് ഇനിയൊരു ഭരണമാറ്റം വേണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ജ്യോതി ബസു വിദേശത്ത് പോയി പഠിച്ചിട്ട്, ഒരു രാജകുടുംബത്തിന് തുല്യമായൊരു കുടുംബത്തിൽ ജനിച്ച ജ്യോതി ബസു അവിടെ പോയി പഠിച്ചിട്ട് ഇവിടെ EMS ഒക്കെ പണ്ട് ചെയ്ത പോലെ EMS ഒരു വലിയ മനയിൽ ജനിച്ച് EMS ഇറങ്ങി പൂണൂലും വലിച്ചിറങ്ങിയിട്ട് കമ്മ്യൂണിസം പറയുകയാണ്. അപ്പോൾ ആളുകളിലൊരു പുതിയ പ്രതീക്ഷ ഉണ്ടായി. പിന്നെ EMSൻ്റെ കൂടെ അന്ന് വന്നവരെല്ലാം ഉയർന്ന ജാതിക്കാരാണ്. MN ഗോവിന്ദൻ നായർ, അച്യുത മേനോൻ തുടങ്ങി എല്ലാവരും ഉയർന്ന ജാതിക്കാരാണ്. അപ്പോൾ അവരെല്ലാം കൂടെ വന്ന് താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ പോകുന്നു, അവരെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഒരു മൊമെൻറ്റം ഉണ്ടാക്കാൻ പറ്റി. ഇതുപോലെ ഒരു മൊമെൻറ്റം ആർക്കുണ്ടാക്കാൻ പറ്റി? ജ്യോതി ബസുവിന് അവിടെ ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ജ്യോതി ബസു അധികാരത്തിൽ വന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബസുവിൻ്റെ കാലശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നു. 33 വർഷത്തോളം ആര് ഭരിച്ചു? ബംഗാളിൽ CPM ഭരിച്ചു. പക്ഷേ CPM ഭരിക്കുമ്പോൾ അവർക്ക് കൃത്യമായ പാർട്ടി ഭരണത്തിനപ്പുറം, പാർട്ടിയുടെ മെഷീനറിക്കപ്പുറം ഒരു ജനാധിപത്യപരമായി ആ സ്റ്റേറ്റിനെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ അസംതൃപ്തരായ ഒരു ജനത അവിടെ ഉണ്ടായി വന്നു. തൊഴിലില്ലാതെയും പട്ടിണിയും ദാരിദ്ര്യമുള്ള ഒരു വല്ലാത്തൊരു ജനത ഉണ്ടായി വന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരായാൽ എന്തും ചെയ്യാം, പാർട്ടിക്കാരല്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു 2 തരത്തിലുള്ള ജനത അവിടെ ഉണ്ടായി വന്നു. ഈ പാർട്ടിക്കാരല്ലാത്തവരിൽ ഒരു ഗുണ്ടാ സംഘവും വളർന്നു വന്നു. ഇതിങ്ങനെ കൃത്യമായി ഗ്രാമങ്ങളിലൊക്കെ സ്വത്ത് പിടിക്കലും സ്വത്ത് കൈവയ്ക്കലും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് മമതാ ബാനർജി കോൺഗ്രസുമായി തെറ്റി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ സംഗറയെ വിശ്വസിച്ചിരുന്ന ജനങ്ങൾ അവിടെ നിന്ന് ജ്യോതി ബസുവിലേക്ക് അവർ മാറി. ആ ഒരു വീരപുരുഷനെ അവർ ജ്യോതി ബസുവിനെ കണ്ടു. ജ്യോതി ബസുവിനെയും കണ്ട് ജ്യോതി ബസുവിൽ നിന്നും മോചനം നേടാൻ വേണ്ടി ജ്യോതി ബസുവിൻ്റെ കാലം ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ എങ്ങനെയെങ്കിലും മോചനം നേടണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു ദിവ്യ വനിത വരുന്നു. അതാ മമതാ ബാനർജി വരുന്നു. എല്ലാവരും കൂടി അവരെ കയറി പിടിച്ചു. അങ്ങനെ മമതാ ബാനർജി ഗുണ്ടായുസവും തോന്നിയവാസവും ഒരു സ്ത്രീ എന്ന് പറയും. ഞാൻ അവരുടെ പ്രസംഗം നേരിട്ട് അവർ ആദ്യ പ്രാവശ്യം മുഖ്യമന്ത്രി ആവുന്നതിന് തൊട്ട് മുമ്പ് കൽക്കട്ടയിലെ ഒരു കൽക്കട്ട ടൗണിൽ വെച്ച് അവരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ തീപ്പൊരിയാണ് അവരെ കാണുമ്പോഴല്ല, ഭയങ്കര സ്പാർക്ക്. നമുക്ക് ബംഗാൾ അറിഞ്ഞുകൂടാത്ത എനിക്ക് പോലും, അന്ന് എനിക്ക് ബംഗാൾ അറിയില്ല, ഭാഷ അറിയില്ല, പക്ഷേ എനിക്ക് പോലും ആവേശം ഉണ്ടായി. അത്ര ഭയങ്കര ഒരു സ്പാർക്കിംഗ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അവർ. അപ്പോൾ അവർ പ്രസംഗിക്കുകയും അവരെ ജനങ്ങളെ കയ്യിലെടുക്കുകയൊക്കെ ചെയ്ത് അവർ മുന്നോട്ട് പോയി. പക്ഷേ പാരലായി തന്നെ ബംഗ്ലാദേശിലെ നുഴഞ്ഞുകയറ്റക്കാരെ അവർ പ്രൊമോട്ട് ചെയ്തു. മുസ്ലിം മൈനോറിറ്റി അവർ ആവശ്യമില്ലാതെ പല രൂപത്തിൽ അവർ പ്രൊമോട്ട് ചെയ്തു. മുസ്ലിമിനെ പ്രൊമോട്ട് ചെയ്യരുതെന്നല്ല, തീർച്ചയായും പ്രൊമോട്ട്, പക്ഷേ അത് അനധികൃതമായിട്ട് വന്ന കുത്തൊഴുക്കിനെയൊക്കെ അവർ പ്രൊമോട്ട് ചെയ്തു. പലരെയും അവർക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്തവരെ അവർ മിണ്ടിയില്ല. പക്ഷേ ഇതൊക്കെ വന്ന് അവസാനം അവർക്ക് തന്നെ പാരയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറി. ഇപ്രാവശ്യം 92 ലക്ഷം ആളുകളാണ്, ഇത് ഏകദേശം 1 കോടിയുടെ അടുത്ത ആളുകളാണ് SIRലൂടെ പുറത്തു പോയത്. അത് മുഴുവൻ ആളുകളും നുഴഞ്ഞുകയറ്റക്കാരോ അത് മൈനോറിറ്റി തന്നെയാണ്. കാരണം നുഴഞ്ഞുകയറ്റക്കാരിൽ ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ വന്നിരിക്കുന്നത് മൈനോറിറ്റിക്കാരാണ്. അപ്പോൾ ആ വിഭാഗത്തിലുള്ള ആളുകളുടെ എല്ലാം വോട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ വോട്ട് നഷ്ടപ്പെട്ടപ്പോഴാണ്, കേരളത്തിലും അതാ സംഭവിച്ചത്, വോട്ട് നഷ്ടപ്പെട്ടപ്പോഴാണ് യഥാർത്ഥ വോട്ടർമാർ പുറത്തിറങ്ങി വോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എന്ത് കൂടിയത്? ഈ വോട്ടിംഗ് ശതമാനം കൂടിയത്. തീർച്ചയായിട്ടും വലിയ നേട്ടം. ഭരിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ BJP വളരെ വലിയ ശക്തിയായി ബംഗാളിൽ മാറും. അതിനുള്ളൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് തീർച്ചയായും നടന്നിരിക്കുന്നത്. ആ ജനതയെ സംബന്ധിച്ചിടത്തോളം കഷ്ടമാണ്. കാരണം ഇത്രയും മനോഹരമായ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ, ഇത്രയും സംസ്കാരമുള്ളൊരു ജനങ്ങൾ, ഇത്രയും പാരമ്പര്യമുള്ളൊരു ജനത, ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ
പിന്നെ അസ്ഥിരത്വം കൊണ്ടും അല്ലെങ്കിൽ ഗൂണ്ടായുസം കൊണ്ടുമൊക്കെ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. സിന്ദൂറിലെ മറ്റേ ടാറ്റ എസ്റ്റേറ്റ് മറ്റേ ഫാക്ടറി വരുന്നതുമായി ബന്ധപ്പെടുത്തി എത്ര ആയിരം പേരെയാണ് കൊന്നത് ആ സിംഗൂറിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വളരെ വൈചിത്ര്യമുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ വളരെ പ്രമുഖമായൊരു സംസ്ഥാനമാണ് കൽക്കട്ടയും വെസ്റ്റ് ബംഗാളും. പക്ഷേ അവിടെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മമതാ ബാനർജിക്ക് വലിയ ക്ഷീണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രസേന വളരെ സജീവമായിട്ട്, അതായത് മുമ്പ് കൊടുക്കാത്ത തരത്തിലുള്ള അത്ര വലിയ രീതിയിലുള്ള സുരക്ഷയാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാഫിയ ലീഡർമാർ ഇതിൽ ജനങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പൂട്ടും, അവർക്ക് കർശനമായിട്ടുള്ള ശിക്ഷ തന്നെ നൽകും എന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ കേന്ദ്രസേന അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ഭയം മറ്റൊന്നുണ്ട്, എനിക്കൊരു ഭയം മറ്റൊന്നുണ്ട്. മമതാ ബാനർജി തോറ്റു പോകണമെന്ന് വിചാരിക്കുക. എത്ര പേരായിരിക്കും ബംഗാളിൽ കുരുതി കൊടുക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം അതിശക്തമായ ഗ്രാമങ്ങൾക്ക് അവർക്ക് ആരുണ്ട്? ഗ്രാമങ്ങളിൽ അവർക്ക് ശക്തമായ വേരുകളുണ്ട്. പ്രത്യേകിച്ച് പഴയ CPMകാരെല്ലാം അവരുടെ കൂടെയാണ്. CPM പാർട്ടി ഓഫീസൊക്കെ അവരുടെ കൂടെ പോയിട്ടുണ്ട്. കുറേ BJPയുടെ കൂടെയും പോയി, പക്ഷേ ബാക്കി എല്ലാം അവരുടെ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നക്സലൈറ്റുകളുടെ ഏരിയ ഉണ്ട്, മാവോയിസ്റ്റുകളുടെ ഏരിയ ഉണ്ട്, ഇതെല്ലാം ബംഗാളിലുണ്ട്. അതുകൊണ്ട് അവർ തോറ്റു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രസേന അവിടെ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ വലിയ കലാപമായിരിക്കും ബംഗാളിൽ ഉണ്ടാകുന്നത്. ഈ 24 പരഗണയുടെ ഇതിലൊക്കെ ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ അവർ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയതൊന്നുമല്ല. ജനങ്ങൾ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയതിനെ തുടർന്ന് അയാളുടെ നേതൃത്വത്തിൽ ഹിന്ദു സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്തുവാനും ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ സന്ദേശ് കലിയിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളെ അമർച്ച ചെയ്തുവെങ്കിലും അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടെ കൊന്നു തള്ളുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കൊന്നു തള്ളി ഈ മാഫിയ പ്രവർത്തനം ഒരു വശത്തുകൂടി മുന്നോട്ട് പോവുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഹുമയൂൺ കബീറിൻ്റെതായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു. ബാബറി മസ്ജിദ് അവിടെ പുനർനിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടത്തുമെന്ന്. പക്ഷേ ഹുമയൂൺ കബീറിനെ പിന്നീട് ഒരു രക്ഷയുമില്ലാതെ മമത പുറത്താക്കുകയുണ്ടായി. ഹുമയൂൺ കബീർ പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ പല നാടകങ്ങളും അന്തർനാടകങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് എന്ത് തരത്തിലുള്ളൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടായിരിക്കും? എന്തൊക്കെ തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ, അതായത് ഹിന്ദുക്കളുടെ ഒരു വോട്ട് ഇതിലേക്ക് കൊണ്ടുവരുവാനും കൂടെ, അതായത് മമതയുടെ അകന്നു നിൽക്കുന്ന ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണോ ഇതിൻ്റെ? അല്ല, അങ്ങനെ അല്ല നമുക്ക് സംശയിക്കേണ്ടതില്ല. കാരണം അങ്ങനെയും വരാം. പക്ഷേ ഞാൻ പറഞ്ഞ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പട്ടിണി, ദാരിദ്ര്യം, ഈ പറയുന്ന പോലെ തൊഴിലില്ലായ്മ, ഇത്തരം കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അവർ പരിഹരിച്ചിട്ടില്ല ഇപ്പോഴും. ഈ ബംഗാളിൻ്റെ ഒരു വലിയ പ്രശ്നമാണത്. അപ്പോൾ അത് ഇപ്പം എന്തുകൊണ്ട് ഞാനൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരുന്നത് തമിഴ്നാട്ടുകാരാണ്. ഇവിടെ ഭിക്ഷ എടുക്കാനാകട്ടെ, ജോലിക്കാകട്ടെ തമിഴ്നാട്ടുകാരാണ് ധാരാളം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടുകാരില്ല, ഇപ്പോൾ കൂടുതൽ ബംഗാളികളാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ അത്രയും തൊഴിലില്ലാത്തതുകൊണ്ടല്ലേ അവരിവിടെ വന്ന് തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല ചെറിയ ആളുകൾ, പാർട്ടി പ്രവർത്തകരും പാർട്ടി ഏരിയ സെക്രട്ടറി വരെ ഇവിടെ വന്ന്, അവിടുത്തെ ഏരിയ സെക്രട്ടറി വരെ പാർട്ടി ഓഫീസ് അടച്ചിട്ടിട്ട് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബംഗാളിൻ്റെ രാഷ്ട്രീയം, ബംഗാളിൻ്റെ വികസനം മറ്റൊരു തരത്തിലേക്ക് മാറേണ്ട സമയം കഴിഞ്ഞു. 1. 2. ആൻറ്റി ഇലമെൻറ്റ്സ് കമ്പോണൻറ്റിനെ, ദേശവിരുദ്ധ കമ്പോണൻറ്റുകളെ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ കാര്യങ്ങളെ, തീവ്രവാദത്തെയൊക്കെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന അതൊരു രാഷ്ട്രീയമായ എതിരിൻ്റെ ഭാഗം കൂടെ ആയിരിക്കാം. ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന് ഞങ്ങളെതിരാണ്, അല്ലെങ്കിൽ മോദിക്കെതിരാണ് എന്നൊക്കെ പറയാനായിരിക്കാം, അല്ലെങ്കിൽ BJPക്ക് ഒക്കെ ആയിരിക്കാം. പക്ഷേ വളരെ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ കുത്തിവെക്കുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ കുത്തിവെച്ചാൽ, തമിഴ്നാട് സ്റ്റാലിൻ നന്നായി കുത്തിവെക്കും. പക്ഷേ സ്റ്റാലിനൊരു ഗുണമുണ്ട്, തമിഴെന്നുള്ള രീതിയിൽ കുത്തിവെച്ചിട്ട് അത്രേ കുത്തിവെക്കുന്നുള്ളൂ. നമ്മൾ തമിഴന്മാർ, ദ്രാവിഡ കഴകം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ നിൽക്കുന്നുള്ളൂ. അതിനെ കലാപത്തിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല, ജനങ്ങളെ കിട്ടത്തുമില്ല തമിഴ്നാട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ കണക്ക് ന്യൂനപക്ഷങ്ങളെ വേറെ സംഘടിപ്പിച്ച്, മറ്റവരെ അപ്പുറത്ത് സംഘടിപ്പിച്ച്, സ്പ്ലിറ്റ് ചെയ്ത് അവിടെ നിർത്തി ഇവിടെ നിർത്തിയിട്ടൊക്കെ ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് നേട്ടം നേടാനുള്ള ഒരു രാഷ്ട്രീയം ബംഗാളിൽ വർഷങ്ങളായി കാണുന്നുണ്ട്. അത്തരത്തിൽ ഒരു കലുഷിതമാക്കുവാൻ വേണ്ടിയിട്ട് മമതയുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നുണ്ട്. മമതയ്ക്കും അതിനകത്ത് പങ്കില്ല എന്ന് പറയാം. കാരണം ഏത് കാര്യം പറഞ്ഞാലും അതിന് ഇപ്പോൾ SIRനെതിരെ സുപ്രീം കോടതി വരെ പോയി, എന്നിട്ട് അവർ തോറ്റുപോയില്ലേ? അതെ, തോറ്റുപോയി. എന്നിട്ട് അവർ വിടുമോ? അവരിപ്പോൾ ഈ ഓരോ വിഷയത്തിലും, എല്ലാ വിഷയത്തിലും അവരൊരു നിഷേധ രാഷ്ട്രീയത്തിൻ്റെ, ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ക്യാരക്ടർ കൂടിയാണ് അവർ. ഐപാക്കിനെ ഇപ്പോൾ അവരുടെ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൺട്രോൾ ചെയ്തിരുന്ന ഈ കനകോലുവിനെ പോലെയുള്ള ഈ ഐപാക്കിനെ നേരിട്ട് തന്നെ ഡൽഹിയിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഐപാക്കിൻ്റെ ഉടമയെ. അപ്പോൾ അതിനെതിരെ വളരെ വലിയ കലാപക്കൊടിയാണ് മമത ഉയർത്തിയത്. അതായത് കേന്ദ്രസേന ED അവിടെ എത്തിയപ്പോഴത്തേക്കും അവരുടെ ഓഫീസിലേക്ക്
മമത നേരിട്ടെത്തി അതിൻ്റെ ഫയലുകൾ പിടിച്ചു വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ മമതയുടെ ഭാഗത്ത് നടത്തിയിരുന്നു. അങ്ങനെ മമത തങ്ങളുടെ അഴിമതി കൂടി മൂടിവയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശക്തമായ ശ്രമം നടത്തി എന്നാണ് കേട്ടത്. അതും ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അവിടുത്തെ ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, ED പോലെ ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ പോകുമ്പോൾ അവരെ തടഞ്ഞു വെക്കൽ, അഴിമതി, ഈ നുഴഞ്ഞുകയറ്റം ഒഴിവായത്, അല്ലെങ്കിൽ അവർക്ക് വോട്ടില്ലാത്തത്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ വരും. അത് വലിയ ഭൂരിപക്ഷം വന്നതുകൊണ്ട് തന്നെ വലിയ മാറ്റം ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാനുള്ള എല്ലാ ഈ കനത്ത പോളിംഗ് ഈ ഇത്തരത്തിലുള്ളതിൻ്റെ സൂചനയാണ്. തീർച്ചയായിട്ടും. കാരണം ആളുകൾ കുറച്ചുകൂടി നിർഭയത്തോടു കൂടി പുറത്തിറങ്ങി വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ലക്ഷണമാണല്ലോ ഇത്. യഥാർത്ഥ വോട്ടർമാർ പുറത്തിറങ്ങി നിർഭയത്തോടു കൂടി വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഈ വോട്ട് കൂടിയത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടർമാരാണല്ലോ കൂടുതൽ അവിടെയും. എന്നിട്ട് എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്രയും വന്ന് വോട്ട് ചെയ്തു? കാരണം എന്താണ്? രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, യഥാർത്ഥ വോട്ടർമാരെ കണ്ടുപിടിച്ചു, കള്ളന്മാരെല്ലാം മാറ്റി, പിന്നെ കള്ള വോട്ടെല്ലാം ഒഴിവാക്കി, അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്തു. SIR വഴി വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലിയർ ചെയ്തു. അപ്പോൾ തന്നെ ആളുകൾക്കൊരു ശുഭാപ്തി വിശ്വാസം വന്നു. രണ്ടാമത് കേന്ദ്രസേനയും സംസ്ഥാന സേനയും, കേന്ദ്രസേന വന്നപ്പോൾ സംസ്ഥാന സേനയും എന്ത് ചെയ്തു? അതിൻ്റെ കൂടെ നിന്നു. അല്ല, അവർ പിന്നെ തിരിഞ്ഞു നിന്നില്ല. അല്ലെങ്കിൽ സാധാരണ മറ്റവരില്ലായിരുന്നു, ഇവർ കയറി തിരിഞ്ഞു നിന്നേനെ. കേന്ദ്രസേന അവിടെ ഉള്ളതുകൊണ്ട് സംസ്ഥാന സേനയും അതിൻ്റെ ഭാഗമായിട്ട് നിന്നു. അവരെല്ലാവരും കൂടെ നിന്നതുകൊണ്ട് വളരെ കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റി? ആളുകൾക്കൊരു നിർഭയത്തോടു കൂടി വന്ന് വോട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ ആളുകൾ വോട്ട് ചെയ്ത്. അതിന് ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ വോട്ടേഴ്സ് ദിവസം എന്താ സംഭവിക്കുന്നത് അറിയാമോ? രാവിലെ കുറച്ച് നല്ല തിരക്കായിരിക്കും ബൂത്തുകൾ. ഒരു 7 മണിക്ക് തുടങ്ങി 8-9 മണി വരെ ബൂത്ത്. ഇതിനിടയിൽ സംഘർഷം ഉണ്ടാവുകയോ മഴ പെയ്യുകയോ ചെയ്താൽ പിന്നെ ആളുകൾ എങ്ങോട്ട് പോകില്ല? വോട്ട് ചെയ്യാൻ പോകില്ല. അപ്പോൾ സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ബൂത്തിലേക്ക് ആരും പോകത്തില്ല. അപ്പോൾ സാധാരണ വോട്ട് ഇപ്പോൾ പണ്ടൊക്കെ ഈ കേരളത്തിലും അത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഏത് പാർട്ടിക്കാണോ ആ ബൂത്തിൽ മുൻതൂക്കമുള്ളത് അവരുടെ വോട്ടർമാരെ രാവിലെ ഒന്ന് വോട്ട് ചെയ്യാൻ പറയും. ഒരു 10 മണിയാകുമ്പം അവരെ വോട്ടർമാരിൽ ഒരു 80% വോട്ട് ചെയ്തെന്ന് മനസ്സിലാക്കുക. ലിസ്റ്റ് അറിയാമല്ലോ. അറിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു അടി ഉണ്ടാക്കും അവിടെ. അപ്പോൾ ബാക്കി ഈ സ്ത്രീകളൊന്നും, കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകളൊന്നും ഇറങ്ങി വരില്ല. കാരണം അവിടെ ബൂത്തിൽ തല്ലാണെന്നുള്ള മെസ്സേജ്. അപ്പോൾ വീട്ടിൽ അപ്പോൾ വോട്ട് ചെയ്തിട്ട് തിരിച്ച് പോരാനോട് ചോദിക്കട്ടെ, അവിടെ എങ്ങനെ തിരക്കല്ല, അയ്യോ അവിടെ തല്ലാണ്, അങ്ങോട്ട് പോരെന്ന് പറയും. പിന്നെ ആരും വോട്ട് ചെയ്യാൻ പോകില്ല. ഇങ്ങനെയൊക്കെ നിന്നത് മാറി എല്ലാ ആളുകളും ഇറങ്ങി വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇപ്രാവശ്യം വളരെ വലിയ വ്യത്യാസം ഉണ്ടാകും. തീർച്ചയായിട്ടും ബംഗാളിൽ നിന്ന് അവിടുത്തെ പോളിംഗ് ശതമാനം വളരെ വലിയ രീതിയിൽ ഉയർന്നതിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും ഒന്നടങ്കം പറയുന്നത് ബംഗാൾ ഇക്കുറി മമതയ്ക്ക് നഷ്ടപ്പെടും എന്ന് തന്നെയാണ്. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.